ഹായ്, ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാദമിയുടെ സീറോ ടു ഹീറോ ഫേസ് 3യിലെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സീറോ ടു ഹീറോ ഫേസ് 3യിലെ ഈ വീക്കിൽ നമ്മൾ നോക്കിയിരുന്നത് സർവേയിങ് എന്നുള്ള സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലൂടെയുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആയിരുന്നു. ഓരോ സെഷന് ശേഷവും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ ഈ എല്ലാ സീറോ ടു ഹീറോ ഫേസിൻ്റെയും PDF നോട്ട്സും ക്യൂസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കോണ്ടൂർ ആൻഡ് തിയോഡലൈറ്റ് ആണ്. സോ അവർ ഫസ്റ്റ് ടോപ്പിക് ഇസ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സർവേയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും വേർട്ടിക്കൽ ആംഗിളും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. തിയോഡലൈറ്റിനെ മെയിൻലി ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആൻഡ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് തിയോഡലൈറ്റിലുള്ള ടെലസ്കോപ്പിനെ എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ അനുസരിച്ചാണ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആണെങ്കിൽ അതിൽ വരുന്ന ടെലസ്കോപ്പിന് നമുക്ക് എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് അതിനെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗറിൽ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഇവിടെ നമുക്ക് കാണാം ടെലസ്കോപ്പ് ഉണ്ട്. ഈ ടെലസ്കോപ്പ് അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് കേസ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഇവിടെ നമ്മുടെ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ ഡിറ്റർമിനേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് അധികം നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മുടെ സർവേ പർപ്പസിന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ട്രാൻസിറ്റ് തിയോഡലൈറ്റ് തന്നെയാണ്. തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തിയോഡലൈറ്റ് നമുക്ക് ലെവലിങ്ങിന് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാനും തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ തിയോഡലൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ടെലസ്കോപ്പ് കാണാം. ടെലസ്കോപ്പിൻ്റെ ആക്സിസിലൂടെ പാരലായിട്ട് പാസ് ചെയ്യുന്നതാണ് നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഹോൾ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ തിയോഡലൈറ്റ് എന്ന് പറയുക. ആൻഡ് തിയോഡലൈറ്റിൻ്റെ ഈ ബോട്ടം പോർഷനിലാണ് ലെവലിങ്ങിന് വേണ്ടിയിട്ടുള്ള പാർട്സ്, ഫുഡ് സ്ക്രൂസും ലെവലിംഗ് ഹെഡും ഒക്കെ വരുന്നത്. ആൻഡ് ഇവിടെ ടെലസ്കോപ്പിൻ്റെ ഐ പീസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ വേർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. സോ ഈ വേർട്ടിക്കൽ സർക്കിൾ നമ്മൾ ഈ മെഷർ ചെയ്യുമ്പോൾ വേർട്ടിക്കൽ സർക്കിളിൻ്റെ പൊസിഷൻ എവിടെ വരുന്നു എന്നനുസരിച്ച് അവിടെയും കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്കതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ റിവേഴ്സിംഗ്? അതിനെ തന്നെ പ്ലഞ്ചിങ് എന്നും പറയാറുണ്ട്. ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റൊട്ടേഷൻ ഓഫ് എ ടെലസ്കോപ്പ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ബൈ 180 ഡിഗ്രീസ് എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്. എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് നമുക്ക് ടെലസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ മറ്റൊരു ടേം ആണ് ഇവിടെ പറയുന്ന സ്വിങ്ങിങ്. സ്വിങ്ങിങ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് കേസ് ആണ്. നമ്മുടെ ടെലസ്കോപ്പിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, അതായത് എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടേംസും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് തിരിഞ്ഞു പോകാൻ വളരെ എളുപ്പമുള്ള രണ്ട് ടേംസ് ആണ്. സോ അത് ഓർത്ത് പഠിച്ചു വയ്ക്കുക. ട്രാൻസിറ്റിംഗ് ഓർ റിവേഴ്സിംഗ് എന്ന് പറയുന്നത് എബൌട്ട് ദ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൊടുക്കുന്ന റൊട്ടേഷനും സ്വിങ്ങിങ് എന്ന് പറയുന്നത് എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസിൽ കൊടുക്കുന്ന റൊട്ടേഷനുമാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് എ തിയോഡലൈറ്റ് ആണ്. ഒരു തിയോഡലൈറ്റിന്റെ സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ തിയോഡലൈറ്റിന്റെ ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്കെയിൽ പ്ലേറ്റിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള രീതിക്കാണ്. സോ ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ലോവർ പ്ലേറ്റ്. ഈ ലോവർ പ്ലേറ്റിന്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് സെയിം സൈസ് തന്നെ ആയിരിക്കും നമ്മുടെ ടോട്ടൽ തിയോഡലൈറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നോക്കേണ്ടത് റൈറ്റ് സ്വിങ് ആൻഡ് ലെഫ്റ്റ് സ്വിങ് ആണ്. സ്വിങ് എന്താണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, അതായത് എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ തിയോഡലൈറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ടെലസ്കോപ്പിന് കൊടുക്കുന്ന റൊട്ടേഷനെയാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ സ്വിങ് ചെയ്യുന്നതെങ്കിൽ അതിനെ റൈറ്റ് സ്വിങ് എന്നും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് സ്വിങ് എന്നുമാണ് പറയുന്നത്.
ആൻഡ് നെക്സ്റ്റ് ടേം ഫേസ് ലെഫ്റ്റ് ആൻഡ് ഫേസ് റൈറ്റ് ആണ്. വേർട്ടിക്കൽ സർക്കിൾ നമ്മൾ ആദ്യമേ കാണിച്ചിരുന്നു അല്ലേ. ഈ വേർട്ടിക്കൽ സർക്കിൾ നമ്മളിപ്പോൾ ഒരു ഈ ടെലസ്കോപ്പ് തിയോഡലൈറ്റിലെ ടെലസ്കോപ്പ് യൂസ് ചെയ്ത് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് വേർട്ടിക്കൽ സർക്കിൾ വരുന്നത് ഒബ്സർവറിൻ്റെ ഫേസിൻ്റെ ലെഫ്റ്റിലാണെങ്കിൽ അതിനെ ഫേസ് ലെഫ്റ്റ് എന്നും റൈറ്റിലാണെങ്കിൽ അതിനെ ഫേസ് റൈറ്റ് എന്നുമാണ് പറയുന്നത്. സോ ഈ രണ്ട് ടൈപ്പ് ഒബ്സർവേഷൻസ് ആണ് അവിടെ വരുന്നത്, ഫേസ് ലെഫ്റ്റും ഫേസ് റൈറ്റും. ആൻഡ് ഫോർ ആക്യുറേറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ആക്യുറസി കൂട്ടാനായിട്ട് നമ്മൾ ഒരു മെഷർമെൻറ്റ് തന്നെ ഫേസ് ലെഫ്റ്റ് ആയിട്ടും ഫേസ് റൈറ്റ് ആയിട്ടും നമുക്ക് ചെയ്യാം. അതിനെയാണ് ഡബിൾ സൈറ്റിംഗ് അല്ലെങ്കിൽ ഡുവൽ സൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ തിയോഡലൈറ്റ്. ഒരു തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 20 seconds ആണ്. ഇനി നോക്കേണ്ടത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾസ് ആണ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നതിനായിട്ട് തിയോഡലൈറ്റിൽ മെയിൻലി രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ റെപ്പറ്റീഷൻ മെത്തേഡാണ്, വിച്ച് ഈസ് ദി മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. ഈ കമ്പാരിറ്റീവ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ തിയോഡലൈറ്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് റീഐറ്ററേഷൻ മെത്തേഡാണ്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റേഷനിൽ നിന്ന് സെവറൽ ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നു, അതാണ് റീഐറ്ററേഷൻ മെത്തേഡ്. സോ റെപ്പറ്റീഷൻ മെത്തേഡും റീഐറ്ററേഷൻ മെത്തേഡും ആണ് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ തിയോഡലൈറ്റിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഓഫ് വിച്ച് ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ മെത്തേഡാണ്. ഇനി നോക്കേണ്ടത് തിയോഡലൈറ്റിന് കൊടുക്കുന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. മെയിൻലി 4 ടൈപ്പ് ഓഫ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ തിയോഡലൈറ്റ് സെറ്റിങ്ങിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ സെറ്റിംഗ് അപ്പ് ആണ്. സെറ്റിങ്ങിന് ശേഷം സെൻറ്ററിങ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് ലെവലിംഗ്. ഫൈനലി നമ്മൾ കൊടുക്കുന്നത് എലിമിനേഷൻ ഓഫ് പാരലാക്സ് ആണ്. സോ ഈ 4 ആണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ തിയോഡലൈറ്റ് എന്ന് പറയാം. നമ്മുടെ അടുത്ത ടോപ്പിക് കോണ്ടൂറിംഗ് ആണ്. കോണ്ടൂർസ് എന്ന് പറയുന്നത് ഈക്വൽ എലിവേഷൻ അല്ലെങ്കിൽ സെയിം എലിവേഷനുള്ള പോയിന്റ്സിലൂടെ നമ്മളൊരു ഇമാജിനറി ലൈൻ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. നമുക്ക് ഈ ഫിഗറിൽ കാണാം, ഇവിടെ ഒരു ഹില്ലുണ്ട്. ഈ ഒരു ഹില്ലിൻ്റെ ഈക്വൽ എലിവേഷൻ വരുന്ന പാർട്സിലൂടെ നമ്മൾ ഓരോ കോണ്ടൂർ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടേം കോണ്ടൂർ ഇൻ്റർവെൽ ആണ്. നമ്മൾ CI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അത് കാണിക്കുന്നത് ഡിഫറൻസ് ഇൻ ദ റെഡ്യൂസ് ലെവൽസ് ഓഫ് അഡ്ജസൻറ്റ് കോണ്ടൂർസ് ആണ്. അതായത് തൊട്ടടുത്ത് വരുന്ന രണ്ട് കോണ്ടൂർസിൻ്റെ എലിവേഷൻ ഡിഫറൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവെൽ അല്ലെങ്കിൽ CI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു മാപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കോണ്ടൂർ ഇൻ്റർവെൽ ത്രൂ ഔട്ട് ദ മാപ്പിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റ് ആണ്, ഫ്ലാറ്റ് ഗ്രൗണ്ടിലും അണ്ടുലേറ്റഡ് ഗ്രൗണ്ടിലും കോണ്ടൂർ ഇൻ്റർവെലിന് എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന്. ഫോർ എ ഫ്ലാറ്റ് ഗ്രൗണ്ട് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. ആൻഡ് അണ്ടുലേഷൻസ് വരുന്ന ഗ്രൗണ്ട് ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ വലുതായിരിക്കും. ലാർജ് കോണ്ടൂർ ഇൻ്റർവെൽസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കോണ്ടൂർ ഇൻ്റർവെലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാപ്പിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. സോ സ്കെയിൽ ഓഫ് ദ മാപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി കോണ്ടൂർ ഇൻ്റർവെൽ. ഇനി നോക്കേണ്ടത് കുറച്ച് കോണ്ടൂർ ഇൻ്റർവെൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ഫോർ ബിൽഡിംഗ് സൈറ്റ്സ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എടുക്കുന്നത് 0.2 to 0.3 meters ആണ്. ഫോർ ടൗൺ പ്ലാനിംഗ് ആൻഡ് റിസർവോയർ പ്ലാനിംഗ് ഇറ്റ് ഇസ് 0.5 to 2 meters. ഫോർ ഹൈവേസ് ആൻഡ് റെയിൽവേസ് ഇറ്റ് ഇസ് 2 meter. ലൊക്കേഷൻ സർവേസിന് 2 to 3 meter റേഞ്ച് ആണ് കോണ്ടൂർ ഇൻ്റർവെൽ കൊടുക്കുന്നത്. ആൻഡ് ഫൈനലി ജിയോളജിക്കൽ സർവേക്ക് കൂടുതൽ കോണ്ടൂർ ഇൻ്റർവെൽ നമുക്ക് കൊടുക്കാം, ദാറ്റ് ഈസ് അറൌണ്ട് 6 to 15 meters. നെക്സ്റ്റ് ടേം ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ആണ്. കോണ്ടൂർ ഇൻ്റർവെൽ നമ്മൾ പറഞ്ഞു അടുത്തടുത്ത് വരുന്ന കോണ്ടൂർസ് തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് ആണെന്ന്. ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. HE എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 points കൺസിഡേർഡ് അലോങ് ദ 2 adjacent കോണ്ടൂർസ്. ആൻഡ് ഈ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് നമ്മൾ കൊടുക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ഗ്രൗണ്ടിലാണോ ഇത് ചെയ്യുന്നത്, കോണ്ടൂറിങ് ചെയ്യുന്നത്, അവിടുത്തെ സ്റ്റീപ്നെസ്സിനെ ആയിരിക്കും. സോ സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് വാല്യൂ കുറവായിരിക്കും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ സ്റ്റീപ്പർ ഗ്രൗണ്ട് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ദാറ്റ് ഈസ് HE വാല്യൂ ഇസ് ലെസ്. ഇനി നോക്കേണ്ട ടേം കോണ്ടൂർ ഗ്രേഡിയൻ്റ് ആണ്. കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലൈൻ ലേയിങ് ഓൺ ദ എർത്ത് സർഫസ് ആൻഡ് ഹാവിങ് കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ. നമ്മുടെ എർത്ത് സർഫസിൽ കാണുന്ന ലൈനാണ് ആൻഡ് ഈസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. സോ ഏത് പോയിന്റിലും ആ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ നോക്കിയാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ലൈൻസിനെയാണ് കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. CG എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഇക്വേഷൻ വരുന്നത് ഒരു റേഷ്യോ ആണ്. കോണ്ടൂർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ CG എന്ന് പറയുന്നത് CI ഡിവൈഡഡ് ബൈ HE ആയിരിക്കും. അതായത് കോണ്ടൂർ ഇൻ്റർവെൽ ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ആണ് കോണ്ടൂർ ഗ്രേഡിയൻറ്റ്.
നെക്സ്റ്റ് നോക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ ആണ്. PSCയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോണ്ടൂറിംഗിൽ നിന്ന് വരുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. കോണ്ടൂർസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ വിൽ നോട്ട് ക്രോസ് ഈച്ച് അതർ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. സോ പല പല എലിവേഷൻസിൽ വരുന്ന കോണ്ടൂർസ് ആണെങ്കിൽ അത് ഒരിക്കലും ക്രോസ് ചെയ്യില്ല അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ഓവർ ഹാങ്ങിങ് ക്ലിഫ്. സെക്കൻഡ് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടൂർസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ വിൽ യുണൈറ്റ് ഇൻ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്. അതുപോലെ തന്നെ പല എലിവേഷനിൽ വരുന്ന കോണ്ടൂർസ് യുണൈറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ കേസിലാണ്, അത് വെർട്ടിക്കൽ ക്ലിഫാണ്. ഇനി കോണ്ടൂർസ് ക്ലോസ് ആയിട്ടാണ് വരുന്നതെങ്കിലോ, അതായത് നമ്മളിപ്പോൾ ഒരു ഏരിയ എടുത്തു, അവിടുത്തെ കോണ്ടൂർസ് കൺസ്ട്രക്ട് ചെയ്തു, ആ കോണ്ടൂർ മാപ്പ് നോക്കുമ്പോൾ വരുന്ന കോണ്ടൂർസ് എല്ലാം വളരെ അടുത്തടുത്താണ്, ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ആ ഒരു ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റീപ്പ് സ്ലോപ്പിനെ ആയിരിക്കും. And finally, in a closed contour, higher values of RL, reduced level, if inside represent a hill. നമ്മളിപ്പോൾ ഒരു കോണ്ടൂർ മാപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കോണ്ടൂർ മാപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ്. അകത്തോട്ട് പോകും തോറും വാല്യൂസ് കൂടിക്കൂടിയാണ് വരുന്നതെങ്കിൽ, ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് 10 ആണ്, 20, 30 ആൻഡ് ഏറ്റവും RL കൂടുതൽ വരുന്നത് അകത്തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതുപോലൊരു ഹില്ലിനെ ആയിരിക്കും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കേസ് എന്തായിരിക്കും? ക്ലോസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റിംഗ് ലോവർ വാല്യൂസ് ഇൻസൈഡ് റെപ്രസെന്റ് എ വാലി. ലോവർ വാല്യൂസ് ആണ് അകത്ത് വരുന്നതെങ്കിൽ അതൊരു വാലിയെയും, ഹയർ വാല്യൂസ് ഓഫ് കോണ്ടൂർസ് ആണ് അകത്തോട്ട് വരുന്നതെങ്കിൽ അതൊരു ഹില്ലിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് കോണ്ടൂർസിൽ നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സോ ഈ വീക്കിലെ സർവേയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലൂടെയാണ് നമ്മളൊരു റിവിഷൻ നടത്തിയത്. നമ്മുടെ ലൈവ് ക്യൂസ് ഈ വരുന്ന സൺഡേ ഉണ്ടായിരിക്കും. അറൌണ്ട് 50 ക്വസ്റ്റ്യൻസ് ഫ്രം സർവേ ഉള്ളി നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അടുത്ത ഒരു വീക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു സബ്ജക്റ്റും അതിലെ കുറച്ച് ടോപ്പിക്സും ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.